നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ 73ാം വാർഷികം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. അരൂർ സെന്റ് അഗസ്റ്റിൻസ് HSSലെ ഈ വർഷത്തെ സ്കൂൾ വാർഷികാഘോഷങ്ങൾ സ്കൂൾ അങ്കണത്തിൽ വെച്ച് പ്രൗഢഗംഭീരമായി നടന്നു. പ്രമുഖ പിന്നണി ഗായകനും സംഗീത സംവിധായകനുമായ ഋത്വിക് S. ചന്ദും പ്രശസ്ത ചലച്ചിത്ര നടി വന്ദിത മനോഹരനും ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കലയും വിദ്യാഭ്യാസവും ഒത്തുചേരുമ്പോഴാണ് ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം പൂർണ്ണമാകുന്നത് എന്ന് ഉദ്ഘാടകർ തങ്ങളുടെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപണി തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപണി തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപണി. സ്കൂൾ പ്രിൻസിപ്പൽ രശ്മി രവീന്ദ്രനാഥ് സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ ജോർജ് മാത്യു വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. CEA കൊച്ചി ജനറൽ മാനേജർ റവറന്റ് ഫാദർ ആന്റണി 5 തൈക്കൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും ഒരുക്കത്തോടുകൂടെയാണ്, വളരെ ഒരുങ്ങിയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തുന്ന ഇവിടെ ആഘോഷിക്കുന്നത്. ഈ സ്കൂള് പ്രവർത്തനം ആരംഭിച്ചിട്ട് 73ാമത്തെ അക്കാഡമിക് ഇയറിലൂടെ കടന്നു പോകുന്ന ആനുവൽ ഡേ നമ്മൾ ഇന്ന് കൊണ്ടാടുന്നു. ദീർഘകാലം സേവനം അനുഷ്ഠിച്ച 3 അധ്യാപകരെ, മീന ടീച്ചർ, പ്രീനി ടീച്ചർ, റച്ച് സാർ, ഇവർ 3 പേരെയും ആദരിക്കുകയും അവർക്ക് നന്ദി അർപ്പിക്കുകയും. ISRO ചെയർമാൻ ഇവിടുത്തെ മുൻ വിദ്യാർത്ഥി ആയിരുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അങ്ങനെ ഒത്തിരി വലിയ വലിയ വ്യക്തിത്വങ്ങൾ ഇനിയും ഈ സ്കൂളിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK പുഷ്പൻ നിർവഹിച്ചു. ശാസ്ത്ര വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കായി 1978ലെ SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളും മുൻ അധ്യാപിക ഗ്രേസി ടീച്ചറും സ്പോൺസർ ചെയ്ത പ്രത്യേക പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ആദരവ് PTA പ്രസിഡന്റ് ലിൻഡ ജെൻസൺ നൽകി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK ഗൗരീശൻ, പഞ്ചായത്ത് അംഗം ജോസഫ് ഫ്രാൻസിസ്, MPTA പ്രസിഡന്റ് ട്രീസ നിൻസി എന്നിവർ ആശംസകൾ നേർന്നു. വിദ്യാർത്ഥി പ്രതിനിധി അലീൻ മരിയ ജെൻസൺ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ഔദ്യോഗിക സമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി.